ഹായ് ഫ്രണ്ട്സ്, മധുരം കിച്ചൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് സ്പൈസി, ടേസ്റ്റി ആൻഡ് ഈസി ചിക്കൻ കറിയാണ്. ഇത് എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വരൂ, ഇതാ ഇവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ഇപ്പോൾ നമ്മൾ ആവശ്യമുള്ള പൊടിയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. ഹാഫ് ടീസ്പൂൺ ഗരം മസാല, ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയുമാണ് നമ്മൾക്ക് ഈ കറിക്ക് ആവശ്യമുള്ള മസാലകൾ. ഇതെല്ലാം തന്നെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ സമയത്ത് നിങ്ങൾ സ്റ്റവ് വളരെ സിമ്മിൽ തന്നെ വെക്കണം. നന്നായി ഫ്രൈ ആയി. ഇപ്പോൾ നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അടുത്തത് നമുക്ക് ചിക്കൻ റെഡിയാക്കാം. ഇതാ ഒരു കുക്കറിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തു. 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2 വലിയ ഉള്ളി സ്ലൈസ് ചെയ്തതും 2 പച്ചമുളകും, പിന്നെ ഒരു 5 or 6 ചെറിയ ഉള്ളി ചതച്ചിട്ടിട്ടുണ്ട്. രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 തക്കാളി. ഇതാ ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയെല്ലാം ഇതിലേക്ക് ചേർത്താം. മസാലപ്പൊടിയെല്ലാം നമുക്ക് വറുത്ത് ഇടുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ മതിയാവും. എല്ലാം തന്നെ നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം നമുക്ക്. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. മസാലകളെല്ലാം ചിക്കനിലേക്ക് നല്ലവണ്ണം പിടിക്കട്ടെ. അതിലേക്കൊരു ഹാഫ് ഗ്ലാസ് വെള്ളം ചേർക്കാം. ചിക്കനിൽ നിന്ന് തന്നെ നല്ലപോലെ വെള്ളം വരും. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമുള്ളൂ. അതിലേക്ക് കറിവേപ്പില ഇട്ട് ഇപ്പോൾ നമ്മൾ കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ. ഓരോരുത്തരുടെ പ്രഷർ കുക്കറിൻ്റെ പ്രഷർ അനുസരിച്ച് ഉണ്ടാകും. ഇപ്പം നോക്കൂ, വെന്തു. നോക്കൂ, ഒത്തിരി ഗ്രേവിയും ഇല്ല, ഗ്രേവി ഇല്ലാതെയും ഇല്ല, സെമി ഗ്രേവി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇത് എല്ലാം കറക്റ്റായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. Thanks for watching.